الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم الحمد لله رب العالمين أوصيكم وإياي أولا بتقوى الله സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും രഹസ്യ പരസ്യ വ്യത്യാസമില്ലാതെ മരണത്തിന്റെ മലക്കുൽ മൗത്തിനെ നേർക്കുനേരെ കാണുന്നത് വരേക്കും അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരായ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമുഖമായി ഓതി കേൾപ്പിക്കപ്പെട്ട വചനം മുസ്ലിമായി പിറന്ന് കാര്യങ്ങൾ കേൾക്കുന്നത് ഇന്നതാണ് എന്ന് ബോധ്യപ്പെടുന്ന പ്രായം മുതൽ കേട്ടു തുടങ്ങിയ പരിശുദ്ധ ഖുർആനിലെ ഒരു വചനമാണ്. സൂറത്തുൽ ഫാത്തിഹയിലെ രണ്ടാമത്തെ വചനം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്നത്തെ ഖുതുബയിൽ ഇൻഷാ അല്ലാഹ് ഞാൻ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വിശുദ്ധ ഖുർആനിലെ ഏത് സൂറത്ത് പഠിച്ചിട്ടില്ലെങ്കിലും ശരി, അവന്റെ നമസ്കാരം ശരിയാകണമെങ്കിൽ നിർബന്ധമായും പഠിക്കേണ്ട സൂറത്തുൽ ഫാത്തിഹയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഒരു ദിവസം നിർബന്ധമായി 17 തവണ പടച്ച റബ്ബിന്റെ മുമ്പിൽ തക്ബീർ കെട്ടുന്നുവെങ്കിൽ, റക്അത്തുകളായി നമസ്കരിക്കുന്നുവെങ്കിൽ 17 തവണ നമ്മൾ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ നിർബന്ധമായും ഓതേണ്ടതുണ്ട്. അതിന് ശേഷമുള്ള സൂറത്തുകൾ, അത് ചിലപ്പോൾ സൂറത്തുകൾ ഓതുന്നവരുണ്ടാകാം, സൂറത്തുകളുടെ ആയത്തുകൾ ഓതുന്നവരുണ്ടാകാം, ഒരു പകുതി പേജ് ഓതുന്നവരുണ്ടാകാം, തുടക്കം ഓതുന്നവർ, അവസാനം ഓതുന്നവർ ഒക്കെയുണ്ടാകാം. പക്ഷേ സൂറത്തുൽ ഫാത്തിഹ എന്ന് പറയപ്പെടുന്ന പരിശുദ്ധ ഖുർആനിലെ ഒന്നാമത്തെ സൂറ, ആ സൂറത്ത് നിർബന്ധമായും ഓരോ റക്അത്തിലും ഓതുക എന്നുള്ളത് മുസ്ലിമിന് അവന്റെ നമസ്കാരം സ്വഹീഹായി തീരുവാൻ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാനദണ്ഡമായി നിശ്ചയിച്ചപ്പോൾ ആ സൂറത്തിന്റെ ഒരു ആകെ തുക ചില വചനങ്ങളിലൂടെ ഓർമ്മപ്പെടുത്തുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സൂറത്തുൽ ഫാത്തിഹ എന്ന് പറയുമ്പോൾ തന്നെ ഫതഹ എന്ന പദത്തിന്റെ അർത്ഥം ഓപ്പൺ ചെയ്യുക എന്നാണ്. നമ്മളൊരു ഡോർ തുറക്കുന്നതിന് ഇഫ്തഹിൽ ബാബ്, ആ ഡോർ ഒന്ന് തുറക്കുമോനെ എന്ന് പറയാൻ ഇഫ്തഹിൽ ബാബ് എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ ഖുർആൻ. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഗൾഫിൽ നിന്ന് ഇറങ്ങുന്ന വിശുദ്ധ ഖുർആനിൽ 604 പേജുകളാണ്. ആ 604 പേജുകൾ കഴിഞ്ഞ റമദാനിൽ ഓതി തീർത്തവരുണ്ടാകാം. ചില ഹതഭാഗ്യവാന്മാർ അവർക്കത് ഓതി തീർക്കാൻ സാധിക്കാതെ പോയിട്ടുണ്ടാകാം. ഹോസ്പിറ്റൽ കേസുകളിൽ
പ്രയാസപ്പെട്ടുകൊണ്ട് ഒരു റമദാൻ മാസം കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവർ അതിൽ നിന്ന് മാറ്റി നിർത്തപ്പെടും. അതുപോലെ തന്നെ ജോലിയുടെ വിഷയം അത്രയും കഠിനമായ ജോലി ചെയ്യുന്നവരാണെങ്കിൽ മാറ്റി നിർത്തപ്പെട്ടേക്കാം. പക്ഷേ കഴിഞ്ഞ റമദാനിൽ 30 ദിവസം കിട്ടിയിട്ട് മൊബൈലിൽ തോണ്ടി പരിശുദ്ധമായ ഖുർആനിന്റെ 604 പേജ് ഒരു ദിവസം വളരെ കുറഞ്ഞ പേജുകൾ, ഒരു ജുസ്ഇ 20 പേജ് ഓതിയാൽ തീരുമായിരുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒന്നാമത്തെ സൂറത്തുൽ ഫാത്തിഹ, അതിന്റെ അർത്ഥം വരാനിരിക്കുന്ന 603 പേജുകളുടെ തുടക്കമാണ്, ഓപ്പണറാണ്. അപ്പോൾ ഒരാള് വിശുദ്ധ ഖുർആനിലൂടെ സഞ്ചരിക്കുമ്പോൾ ആദ്യം പ്രവേശിക്കുന്ന കവാടമാണ് സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹയിലൂടെ പ്രവേശിച്ച് സൂറത്തുൽ ബഖറയിലൂടെയും ആല ഇംറാനിലൂടെയും നിസായിലൂടെയും മായിദയിലൂടെയും അൻആമിലൂടെയും അഅറാഫിലൂടെയും അൻഫാലിലൂടെയും തൗബയിലൂടെയും യൂനുസിലൂടെയും കടന്നു വന്ന് സൂറത്തുൽ ഇഖ്ലാസിലൂടെ, ഫലക്കിലൂടെ, സൂറത്തുൽ നാസിലൂടെ പുറത്തേക്ക് വരുമ്പോൾ കിട്ടുന്ന ഒരു അനുഭൂതിയുണ്ട്. അപ്പോൾ ആ അനുഭൂതിയുടെ തുടക്കം, അതിന്റെ ഓപ്പണറായി പ്രവർത്തിക്കുന്ന പരിശുദ്ധ ഖുർആനിലെ ഒന്നാമത്തെ സൂറത്തുൽ ഫാത്തിഹ. അതിനെ കുറിച്ച് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സൂറത്തുൽ ഫാത്തിഹ ശരിക്ക് പഠിച്ചാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് നമസ്കാരത്തിൽ ഒരു കോൺസെൻട്രേഷൻ കിട്ടും. നമസ്കാരത്തിൽ നമ്മളൊക്കെ ശ്രദ്ധ തെറ്റിപ്പോകുന്നുണ്ട്. സംസാരിക്കുന്ന എൻ്റെ ഖതീബുമാരായിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ കാര്യങ്ങളായിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ ഇൽമുള്ള ആളുകൾ, സാധാരണക്കാർ എല്ലാവരും തക്ബീറത്തുൽ ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ മനസ്സ് തെറ്റിപ്പോകുന്നു എന്നുള്ള പ്രയാസം വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ്. നമ്മൾ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ച് ഒന്നാമത്തെ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിക്കഴിഞ്ഞാൽ പടച്ചറബിനെ മാത്രം സ്മരിച്ചുകൊണ്ട് വദ്കുറൂനി അദ്കുറുകും, എന്നെ നിങ്ങൾ ഓർക്കണമെന്ന വിശുദ്ധ ഖുർആനിന്റെ പാഠഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന മനുഷ്യന്മാർ മാനുഷികമായി കൊണ്ട് അവരുടെ മനസ്സ് തെറ്റിപ്പോവുകയാണ്. തക്ബീറത്തുൽ ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ പലതും ആലോചനയായി കടന്നു വരുന്നു. സലാം വീട്ടിക്കൊണ്ട് പുറത്തേക്ക് വന്നാൽ ആലോചിച്ചതൊന്നും നമുക്ക് ഉപകാരമില്ലാത്ത ആലോചനകളാണ് എന്ന് ഉറപ്പായും തറപ്പിച്ച് പറയാൻ സാധിക്കും, ഇല്ലേ? ഏതെങ്കിലും ഒരു നമസ്കാരത്തിൽ നമ്മൾ നിർവഹിച്ച പ്ലാനിങ്ങുകൾ, എന്തൊക്കെ കാര്യങ്ങളാണ് ചിന്തിച്ചിട്ടുള്ളത്? ഇന്ന് വരെ നിസ്കാരത്തിൽ ചിന്തിച്ച വല്ലതും നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്റെ പ്രവർത്തനം അത് പിശാചിന്റെ പ്രവർത്തനമാണ്. അല്ലാഹുവിനെ കുറിച്ച് ഓർക്കാൻ വേണ്ടി നിലനിൽക്കുന്ന ഈ നമസ്കാരത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ പടച്ചറബിനെ കുറിച്ചുള്ള സ്മരണയിൽ നിന്ന് കൊണ്ടുപോവുക എന്നുള്ളത് പിശാച് ഏറ്റെടുത്ത ദൗത്യമാകുമ്പോൾ അവിടെ നമസ്കാരത്തിന് ഒരു ഖുശൂ കിട്ടണമെങ്കിൽ ഓതുന്ന സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം അറിയണം. ഞാൻ ഓതുന്നത് എന്താണ് എന്നൊരു ബോധം വേണം. ഞാൻ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും പഠിപ്പിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പഠിച്ചു, എന്റെ ഉസ്താദ് പഠിപ്പിക്കാൻ പറഞ്ഞപ്പോൾ പഠിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പഠിച്ചു എന്നതിനപ്പുറം ചൊല്ലുന്ന പാരായണം ചെയ്യുന്ന സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം അറിഞ്ഞുകൊണ്ട് പടച്ചറബിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, വിഷയത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുവാൻ ഇൻഷാ അല്ലാഹ് സമയമുണ്ട് എങ്കിൽ ആ ഭാഗത്തെത്തുമ്പോൾ നമുക്ക് വിശദീകരിക്കേണ്ട ഒരു ഹദീസ് ഉണ്ട്. ഒരാള് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ഭൂമി ലോകത്തെ അവൻ നമസ്കരിക്കുമ്പോഴാകട്ടെ അല്ലാത്തപ്പോഴാകട്ടെ അവൻ പറയുന്നുവെങ്കിൽ പടച്ചറബ് അവന് മറുപടി കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്കറിയുമോ? സൂറത്തുൽ ഫാത്തിഹക്കുള്ള ഒരു പ്രത്യേകതയാണത്. ഒരാൾ ഓതിയാൽ അല്ലാഹു അതിന് പ്രത്യേകമായി ജവാബ് കൊടുക്കുന്നില്ല. പക്ഷേ സൂറത്തുൽ ഫാത്തിഹയിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഒരു അടിമ പറഞ്ഞാൽ ഇമാമ നിൽക്കുന്നവൻ, മഅ്മൂമ നിൽക്കുന്നവൻ, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും വലിയവനാണെങ്കിലും ചെറിയവനാണെങ്കിലും സംഘമായിട്ടാണെങ്കിലും ഒറ്റക്കാണെങ്കിലും ഒരാൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ പടച്ചറബ് ഈ അടിമയെ നോക്കി മലക്കുകളുടെ മുമ്പിൽ പറയുന്നുണ്ടത്രേ, ഹബിദനി അബ്ദി, എൻ്റെ ഈ അടിമ എന്നെ സ്തുതിച്ചിട്ടുണ്ട്. അല്ലാഹു പറയും. അപ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പരിശുദ്ധമായ ഖുർആനിന്റെ ഒന്നാമത്തെ സൂറത്തിന്റെ 2ാമത്തെ വചനം ഓതുമ്പോൾ വാനലോകത്തിന്റെ അപ്പുറത്തുള്ള സൃഷ്ടാവായ നമ്മെ സൃഷ്ടിച്ച പടച്ചറബ് നമ്മെ നോക്കിക്കൊണ്ട്, മേൽപ്പറമ്പിലുള്ള ആളെ നോക്കിക്കൊണ്ട്, കാസർഗോഡുള്ളവരെ നോക്കിക്കൊണ്ട്, കേരളത്തിലും അതുപോലെ തന്നെ ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും ലോകത്തുള്ള ഏതൊരു മേഖലയിൽ ജീവിക്കുന്ന വ്യക്തിയും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ മലക്കുകളോട് പടച്ചറബ് പറയുമത്തെ, ഹമിദനി അബ്ദി, എന്റെ അടിമ എന്നെ സ്തുതിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ എന്നെ കുറിച്ച് പടച്ചറബ് മറുപടി പറയും. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ സൂറത്ത് ശരിക്ക് പഠിക്കണം, ഈ സൂറത്ത് പഠിക്കണം. ഈ സൂറത്ത് ഇല്ലാത്ത നിസ്കാരം ഫഹിയ ഖദാജ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, അൻ അബീ ഹുറൈറ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ സല്ലല്ലാ സ്വലാതൻ, ആരെങ്കിലും ഒരു നമസ്കാരം നിർവഹിക്കുന്നുവെങ്കിൽ ലം യഖറ ഫീഹാ ബിഫാത്തിഹത്തിൽ കിതാബ്, അവൻ അവിടെ ഫാത്തിഹത്തുൽ കിതാബ് ഈ പരിശുദ്ധ ഖുർആനിന്റെ ഒന്നാമത്തെ സൂറത്ത് ഓതിയിട്ടില്ല എങ്കിൽ ഫഹിയ ഖദാജുൻ ഫഹിയ ഖദാജുൻ ഫഹിയ ഖദാജ്, അത് അപൂർണമാണ് അപൂർണമാണ് അപൂർണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരാൾ നമസ്കരിക്കുന്നുണ്ട്, അയാൾ വലിയ വലിയ സൂറത്തുൽ ബഖറ ഓതിയിട്ടുണ്ട്, ആലി ഇംറാൻ ഓതിയിട്ടുണ്ട്, നിസാ ഓതിയിട്ടുണ്ട്, അതുപോലെ തന്നെ ചെറിയ ഭാഗങ്ങളൊക്കെ ഓതിയിട്ടുണ്ട്. പക്ഷേ ഫാത്തിഹ സൂറത്ത് ഓതാൻ മറന്നിട്ടുണ്ടെങ്കിൽ ആ നമസ്കാരം പടച്ച റബ്ബിന് വേണ്ട. എല്ലാ സൂറത്ത് ഓതി 113 സൂറത്ത് ഓതി നിന്ന് നിസ്കരിച്ചു, പക്ഷെ ഫാത്തിഹ ഓതാൻ വിട്ടുപോയി എങ്കിൽ ആ നിസ്കാരം അല്ലാഹുവിന് വേണ്ട. എന്നാൽ സൂറത്തുൽ ഫാത്തിഹ ഓതി അപ്പുറത്ത് സൂറത്തുൽ നാസ് ഓതിയിട്ടുള്ളൂ, അതിന് പ്രശ്നമില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞു, ഉബാദത്ത് ബിൻ സ്വാമിത് റളിയല്ലാഹു അൻഹു എന്ന റിപ്പോർട്ട്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ സ്വലാത ലിമൻ ലം യഖറ ബിഫാത്തിഹത്തിൽ കിതാബ്, മുത്തഫഖുൻ അലൈഹി ആയ ഹദീസാണ്. ഇമാം ബുഖാരിയും മുസ്ലിമും ഒരുപോലെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. പരിശുദ്ധമായ ഖുർആൻ കഴിഞ്ഞാൽ പിന്നീട് തെളിവ് അന്വേഷിക്കുമ്പോൾ ആദ്യം ചോദിക്കുന്ന മുത്തഫഖുൻ അലൈഹി ആയ ഹദീസാണ്. ആദ്യം അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ലാ സ്വലാത ലിമൻ ലം യഖറ ബിഫാത്തിഹത്തിൽ കിതാബ്, ഫാത്തിഹത്തുൽ കിതാബ് ഓതാത്തവന്റെ നമസ്കാരമില്ല. അപ്പോൾ ഈ നിസ്കാരം ശരിയാകണമെങ്കിൽ അതിന്റെ റുക്നായി കൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് ഒന്ന് സൂറത്തുൽ ഫാത്തിഹ ഓതുക എന്നുള്ളതാണ്. അതില്ലെങ്കിൽ പിന്നീട് നമസ്കാരം ഒരിക്കലും തന്നെ സ്വീകാര്യയോഗ്യമല്ല. മറ്റൊന്ന് സൂറത്തുൽ ഫാത്തിഹക്ക് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ തന്നെ പേര് വിളിച്ചിട്ടുണ്ട്, അസ്സബുൽ മസാനി, ആവർത്തിക്കപ്പെടുന്ന 7 വചനങ്ങൾ എന്നാണ്. ആവർത്തിക്കപ്പെടുന്ന 7 വചനങ്ങൾ അസ്സബുൽ മസാനി എന്നുള്ളത് പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹയുടെ പേരാണ്. 15-ാം അധ്യായം 87-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുകയാണ്, റസൂലേ വലഖദ് ആതൈനാക സബ്അൻ മിനൽ മിസാനി മസാനി വൽ ഖുർആനിൽ അദീം, അല്ലാഹുവിന്റെ പ്രവാചകരെ ഞാൻ താങ്കൾക്ക് ആവർത്തിക്കപ്പെടുന്ന 7 വചനങ്ങൾ തന്നിട്ടുണ്ട്. വൽ ഖുർആനിൽ അദീം, പരിശുദ്ധമായ ഖുർആൻ അല്ലെങ്കിൽ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് തന്നെ അങ്ങനെ ഒരു പേര് വിളിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സബുൽ മസാനി എന്നുള്ളത് സൂറത്തുൽ ഫാത്തിഹയ്ക്ക് അല്ലാഹ് തന്നെ വിശേഷിപ്പിച്ച വിശേഷണമാണ്. സബുൽ മസാനി എന്ന് പറഞ്ഞാൽ ആവർത്തിക്കപ്പെടുന്ന 7 വചനങ്ങൾ എന്നാണ്. ദുനിയാവിന്റെ ഏത് ഭാഗത്ത് മുസ്ലിമീങ്ങളുണ്ടോ അവിടെയൊക്കെ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സൂറത്തുൽ ഫാത്തിഹ ഓരോ ദിവസവും തന്നെ ആവർത്തിക്കപ്പെടുകയാണ്. 17 തവണ നിർബന്ധ നമസ്കാരം, 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുമ്പോൾ അവിടെ തറാവീഹ് നമസ്കാരത്തിൽ ആവർത്തിക്കപ്പെടുകയാണ്. അതുപോലെ തന്നെ ജനാസ നമസ്കാരത്തിൽ ആവർത്തിക്കപ്പെടുകയാണ്. ഏതൊക്കെ നമസ്കാരമുണ്ടോ അവിടെയൊക്കെ തന്നെയും സൂറത്തുൽ ഫാത്തിഹ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ആയത്തുകളുടെ എണ്ണം 7 ആണ്. അസ്സബുൽ മസാനി, ആവർത്തിക്കപ്പെടുന്ന 7 വചനങ്ങൾ ഞാൻ താങ്കൾക്ക് നൽകിയിരിക്കുന്നു റസൂലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് 15-ാം അധ്യായം സൂറത്തുൽ ഹിജ്റിന്റെ 87-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് അദ്ദേഹം ഫത്ഹുൽ ബാരിയിൽ ഈ വിഷയം വിശദീകരിക്കുന്നിടത്ത് കാണുവാൻ സാധിക്കും, വഖ്തലഫ ഫീ തസ്മിയതിഹാ മസാനി, എന്തുകൊണ്ടാണ് ഇതിനെ മസാനി ആവർത്തിക്കപ്പെടുന്നത് എന്ന പേര് നൽകപ്പെട്ടത് എന്നുള്ളതിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. ഫഖീല ഇങ്ങനെ പറയപ്പെട്ടിട്ടുണ്ട്, ലിഅന്നഹാ തുസ്നാ ഫീ കുല്ലി റകഅ, ഓരോ റകഅത്തിലും ഇതിങ്ങനെ ആവർത്തിക്കപ്പെടുന്നുണ്ട്. മറ്റൊന്ന് ഇങ്ങനെ മസാനി എന്നുള്ളത് മറ്റൊരു അർത്ഥം കൊടുത്തിട്ടുള്ളത് യുസ്നാ ബിഹാ അലല്ലാഹി തആല, അതിലൂടെ പടച്ച റബ്ബിനെ ഇങ്ങനെ മഹത്വപ്പെടുത്തുകയാണ്. സനാ, നമ്മൾ കേട്ടിട്ടുണ്ട് സനാഉല്ലാഹ്. എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അരികിൽ നിന്ന് ലഭിക്കുന്ന പ്രോത്സാഹനം അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ഒരു മഹത്വം എന്ന അർത്ഥമാണ്. അപ്പോൾ സനാഉ അലല്ലാഹ്, അല്ലാഹുവിനെ ഇങ്ങനെ അവിടെ വിശേഷിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്, പടച്ച റബ്ബിനെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് സൂറത്തുൽ ഫാത്തിഹയിൽ. മറ്റൊന്നുള്ളത് ഇത് ഈ സമൂഹത്തിന് മാത്രം നൽകപ്പെട്ടിരിക്കുന്ന പ്രത്യേകമായ ഒരു സൂറത്താണ്. ഇതുപോലുള്ള ഒന്ന് മറ്റൊന്ന് ഒരു സമൂഹത്തിനും ഇതുപോലുള്ള മഹത്വമുള്ള ഒരു സൂറത്തും ഇറക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. മറ്റൊന്ന് വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് ഉമ്മുൽ ഖുർആൻ എന്ന പേരാണ്. സൂറത്തുൽ ഫാത്തിഹക്ക് ഉമ്മുൽ ഖുർആൻ, ഉമ്മൻ എന്ന പദത്തിന് വല്ലാത്ത ശ്രേഷ്ഠതയും മഹത്വവും അറബി ഭാഷയിലുണ്ട്. നമുക്കറിയാം, മാതാവിനെ സംബന്ധിച്ചിടത്തോളം മാതാവിന് ഉമ്മൻ എന്നാണ് പറയാം.
ഉമ്മൻ എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തിന്റെ ഏറ്റവും മർമ്മത്തിന്റെ അറബിയിൽ പ്രയോഗിക്കുന്ന പദമാണ് ഉമ്മ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഏറ്റവും കൂടുതൽ മൻ അഹഖ ബിസുഹ്ബതി യാ റസൂലല്ലാഹ്, എന്റെ പ്രവാചകരെ ഞാൻ ഏറ്റവും കൂടുതൽ നല്ല രൂപത്തിൽ സഹവസിക്കാൻ അർഹതപ്പെട്ടത് എന്റെ ജീവിതത്തിന്റെ സർക്കിളിന്റെ ഉള്ളിൽ ആരാണ് എന്ന ചോദ്യത്തിന്റെ സ്വഹാബിയുടെ ചോദ്യത്തിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി ഉമ്മുക, നിന്റെ ഉമ്മയാണ്. സുമ്മമൻ, പിന്നെ ആരാ റസൂലേ? ഉമ്മുക, നിന്റെ ഉമ്മയാണ്. പിന്നെ ആരാണ് സുമ്മമൻ? ഉമ്മുക, നിന്റെ ഉമ്മയാണ്. സുമ്മമൻ, പിന്നെ ആരാ? അബൂക, നിന്റെ വാപ്പയാണ്. അപ്പോൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും സ്ഥാനം ഉമ്മാക്ക്, നാലാമത്തെ സ്ഥാനം വാപ്പാക്ക്. എന്ന് പറഞ്ഞാൽ ആദ്യ സമ്മാനവും രണ്ടാം സമ്മാനവും മൂന്നാം സമ്മാനവും ഫസ്റ്റും സെക്കൻഡും തേർഡും പ്രൈസ് അത് ഉമ്മാക്കാണ്. വാപ്പാക്കോ അതൊരു പ്രോത്സാഹന സമ്മാനമാണ്. എന്തേ കാരണം? ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആ കുഞ്ഞിനെ എടുത്ത് താലോലിക്കുന്നതിന്റെ മുമ്പ് ബീജം പേറി പ്രയാസപ്പെടുന്ന ഈ ലോകത്ത് ഏതെങ്കിലും ഒരു സൃഷ്ടിയുണ്ട് എങ്കിൽ അത് മാതാക്കളാണ്, ഇല്ലേ? ഒരു മാതാപിതാവിന്റെ ശുക്ലം തെറിച്ച് ബീജമായി ആ ബീജം ഒരു പെണ്ണിന്റെ സിദ്ധാന്തവുമായി കൂടിച്ചേർന്ന് അവിടെ നിന്നോട്ട് തുടങ്ങിയിട്ട് ആ വ്യക്തിയുടെ മരണം വരെ പോറ്റി വളർത്തുന്ന ഒരു മനുഷ്യൻ ഈ ലോകത്തുണ്ട് എങ്കിൽ അത് ഉമ്മയാണ്. എന്ത് പ്രയാസപ്പെട്ടാലും ബാപ്പയുടെ സ്നേഹത്തെക്കാൾ ഉമ്മയുമായിട്ടാണ് നമുക്ക് കൂടുതൽ ബന്ധമുണ്ടാവുക. അത് മറ്റൊരു വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമ്മുക ഉമ്മുക ഉമ്മുക, മർമ്മം ഉമ്മാണ്. ഒരു കള്ളിന്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഖംറു ഉമ്മുൽ ഖബായിസ്, തോന്നിവാസങ്ങളുടെ മാതാവ്, തോന്നിവാസങ്ങളുടെ ഏറ്റവും സെന്റർ പോയിന്റ് എന്നുള്ളത് അത് കള്ളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയി സൂചിപ്പിക്കുകയാണ്, അൽ ഖംറു ഉമ്മുൽ ഖബായിസ്, ലോകത്ത് നടക്കുന്ന തോന്നിവാസങ്ങളുടെ മർമ്മം അത് ലഹരിയാണ്. ഇന്ന് പത്രവാർത്തകളിലൂടെ കടന്നു പോകുമ്പോൾ അറസ്റ്റുകൾ കാണപ്പെടുന്നു. രണ്ട് പെണ്ണിനെ ഒരുമിച്ച് ഒരു ദിവസം കൊണ്ടുപോയി കല്യാണം ആലോചിക്കുന്നു, എന്നിട്ട് പിടിക്കപ്പെടുന്നു. വാർത്തകൾ എമ്പാടുമാണ്. ലഹരി ഉപയോഗിച്ച് സ്വന്തം പെണ്ണിനെ കുത്തിക്കൊല്ലുന്നു, കഴുത്ത് ഞെരിച്ചു കൊല്ലുന്നു, കയറിട്ട് മുറുക്കി കൊല്ലുന്നു. എത്രയെത്ര കൊലപാതകങ്ങൾ സകലത്തിന്റെയും പിറകിൽ അധികവും വായിച്ചെടുത്താൽ അവിടെ കാണുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അപ്പോൾ ഉമ്മുൻ എന്ന പദത്തിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കാണുവാൻ സാധിക്കും. അദ്ദേഹം പറഞ്ഞു, മർമ്മത്തെ കുറിച്ച് സൂചിപ്പിച്ചെടുക്കുന്നൊക്കെ അറബി ഭാഷയിൽ ഉമ്മുൻ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും മർമ്മം എന്നുള്ളത് അത് സൂറത്തുൽ ഫാത്തിഹയാണ്. എന്തൊക്കെയാണ് സൂറത്തുൽ ഫാത്തിഹയിൽ അടങ്ങാത്തതുള്ളത്? അതിന്റെ വിശദീകരണത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് സൂചിപ്പിക്കാവുന്നതാണ്. ഈ പേരുകളിലൂടെ ഞാൻ തുടരാൻ ആഗ്രഹിക്കുന്നില്ല. ജലാലുദ്ദീൻ സുയൂത്തി എന്ന് പറയപ്പെടുന്ന ഒരു പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ ഒരു കിതാബിൽ അൽ-ഇത്ഖാൻ ഫീ ഉലൂമിൽ ഖുർആൻ എന്നുള്ള ഒരു കിതാബിൽ അദ്ദേഹം 25ഓളം പേരുകൾ സൂറത്തുൽ ഫാത്തിഹയുടേതായിട്ട് ഖുർആനിൽ നിന്ന് ഹദീസിൽ നിന്ന് സ്വഹാബിമാരുടെ വാക്കുകളിൽ നിന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 25ഓളം പേര്, 25ഓളം പേരുകൾ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ജലാലുദ്ദീൻ സുയൂത്തി എന്ന് പറയപ്പെടുന്ന മഹാനായ ഒരു പണ്ഡിതൻ അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഖുർആനിൽ നിന്ന് വന്നിട്ടുള്ള പേരുകൾ, ഹദീസിൽ നിന്ന് വന്നിട്ടുള്ള പേരുകൾ, സ്വഹാബിമാരെ അതിന്റെ പേര് വിളിച്ചിട്ടുള്ള പേരുകൾ, ഇതൊക്കെ വെച്ചിട്ട് ഒരുപാട് പേരുകൾ, 25ഓളം പേരുകൾ അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ പേര് നൽകപ്പെട്ട ഒരു സൂറത്ത് വിശുദ്ധ ഖുർആനിൽ ഉണ്ടെങ്കിൽ അതിന്റെ പേരാണ് സൂറത്തുൽ ഫാത്തിഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരു മനുഷ്യൻ സംബന്ധിച്ചിടത്തോളം അവർ നമസ്കരിക്കാൻ നിൽക്കുകയാണെങ്കിലും സൂറത്തുൽ ഫാത്തിഹ ഓതുകയാണെങ്കിൽ ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിഷയം നേരത്തെ സൂചിപ്പിച്ച ഹദീസ് നിങ്ങളൊന്ന് കേൾക്കുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ ഹബീബ് ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. യഖൂലു ഖാല അല്ലാഹു തആല, അല്ലാഹു പറഞ്ഞുവത്രേ. ഖുദ്സിയായ ഒരു ഹദീസാണ്. ഹദീസുകൾ രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് ഖുദ്സിയായ ഹദീസാണ് മസ്ജിദ്, മറ്റൊന്ന് നബവിയായ ഹദീസാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹദീസിൽ വരുമ്പോൾ അത് സാധാരണ ഒരു ഹദീസായിട്ടാണ് നമ്മൾ കാണാറുള്ളത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, എന്റെ രക്ഷിതാവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്റെ റബ്ബ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഖാലല്ലാഹു, അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, അർശദല്ലാഹു, അല്ലാഹു ഇങ്ങനെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, ദക്കറല്ലാഹു, അല്ലാഹു ഇങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ വന്നിട്ട് ഒരു ഹദീസിൽ ഒരു പദം വന്നു കഴിഞ്ഞാൽ ആ ഹദീസിന് പറയുന്ന പേരാണ് ഖുദ്സിയായ ഹദീസ്, അല്ലേ? അൽ മലികുൽ ഖുദ്ദൂസ്. അല്ലാഹുവിന്റെ വിശേഷണത്തിൽ കാണാം, അൽ ഖുദ്ദൂസ്, പരമ പരിശുദ്ധവാനായ അല്ലാഹ്.
ഒരു ന്യൂനതയും ഇല്ലാത്ത അല്ലാഹ്, ഉറക്കവും മയക്കവും ഇല്ലാത്ത അല്ലാഹ്, ജന്മം കൊണ്ടോ ജനിക്കപ്പെട്ടത് കൊണ്ടോ ന്യൂനതകൾ അനുഭവിക്കാത്ത അല്ലാഹ്, ഒരിക്കലും തന്നെ മരിക്കാത്ത റബ്ബ്, ഒരിക്കലും തന്നെ ഒന്ന് മയക്കത്തിന് പിടികൊടുക്കാത്ത റബ്ബ്, അങ്ങനെയുള്ള ഖുദ്ദൂസായ പടച്ച റബ്ബ്, അങ്ങനെയുള്ള പടച്ച റബ്ബ് സംസാരിച്ചു എന്ന് പറയുന്ന ഹദീസുകൾക്ക് ഖുദ്സിയായ ഹദീസ് എന്നാണ് ഈ പറയപ്പെടുന്ന ഹദീസിന്റെ നിദാന ശാസ്ത്രത്തിൽ വിളിക്കപ്പെടാറുന്ന പേര്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ഉസ്രിമത്തിസ് സ്വലാത്തു ബൈനി വബൈന അബ്ദി നിസ്ഫൈ, എനിക്കും എൻ്റെ അടിമക്കും ഇടയിൽ ഈ സ്വലാത്ത് എന്ന് പറഞ്ഞ സൂറത്തുൽ ഫാത്തിഹ അത് രണ്ടായിട്ട് ഞാൻ ഭാഗിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, എന്റെ സൂറത്തുൽ ഫാത്തിഹ ഞാൻ രണ്ടായി ഭാഗിച്ചിട്ടുണ്ട്. ഇനി സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോൾ ഈ ഹദീസ് മനസ്സിലേക്ക് വരണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഓരോ ആയത്ത് ഓതുമ്പോഴും അള്ളാഹുവിന്റെ ജവാബ് നമ്മൾ മനസ്സിലേറ്റ് നിസ്കരിച്ചാൽ പിശാചിന്റെ എല്ലാ ശർറിൽ നിന്നും ഇൻഷാ അല്ലാഹ് നമുക്ക് മോചനം കിട്ടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ഈ ഹദീസ് ഇങ്ങനെ പറഞ്ഞതിന് ശേഷം നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഓരോ ആയത്ത് ഓതുമ്പോഴും അള്ളാഹ് ഇതിന് മറുപടി തരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാതെ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. വലിയ അബ്ദി മാ സഅല, രണ്ടായിട്ട് ഭാഗിച്ചിരിക്കുന്ന ഈ സൂറത്തുൽ ഫാത്തിഹയിൽ എന്റെ അടിമ ചോദിക്കുന്നതെല്ലാം ഞാൻ അവന് നൽകുക തന്നെ ചെയ്യും. ഇനിയാണ് ഹദീസിന്റെ മർമ്മം. ഫൈദാ ഖാലൽ അബ്ദു, ഒരു അടിമ ഇങ്ങനെ പറയുന്ന പക്ഷം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുവിനാകുന്നു ലോകരക്ഷിതാവായ അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും എന്ന് ഒരു അടിമ ഭൂമിയിൽ വെച്ച് അവന്റെ ജീവിത കാലഘട്ടത്തിൽ അവൻ ഉരുവിടുന്ന പക്ഷം, ഖാല അല്ലാഹു തആല, അല്ലാഹു പറയുമത്രേ, ഹമിദനി അബ്ദി, എന്റെ അടിമ എന്നെ സ്തുതിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോൾ അല്ലാഹു വാനലോകത്തിൽ നിന്ന് മലക്കുകളുടെ മുമ്പാകെ പ്രഖ്യാപിക്കുമത്രേ, ഹമിദനി അബ്ദി, ഇതാ എന്റെ ഈ അടിമ എന്നെ സ്തുതിച്ചിട്ടുണ്ട്. ഏതെങ്കിലും അടിമയല്ല, ഹമിദനി അബ്ദി, എന്റെ ഈ അടിമ. അങ്ങനെയാണ് അതിന് അർത്ഥമുള്ളത്. കലമൻ എന്ന് പറഞ്ഞാൽ ഒരു പേനയാണ്, കലമി, എന്റെ പേന എന്നാണ് അർത്ഥം. ഹമിദനി അബ്ദി, എന്റെ ഈ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു എന്ന് മലക്കുകളോട് പറയുമത്രേ. വൈദാ ഖാല അർ-റഹ്മാനിർ റഹീം, ഇനി ആ മനുഷ്യൻ അർ-റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ ഖാല അല്ലാഹു തആല, അല്ലാഹു പറയുമത്രേ, അഫ്നാ അലയ്യ അബ്ദി, എന്റെ അടിമ എന്നെ പുകഴ്ത്തിയിട്ടുണ്ട്. റഹ്മാനിർ റഹീം എന്ന് ഒരാൾ പറഞ്ഞാൽ അല്ലാഹു വാനലോകത്തിൽ നിന്ന് പറയും, അഫ്നാ അലയ്യ അബ്ദി, എന്റെ അടിമ എന്നെ പുകഴ്ത്തിയിട്ടുണ്ട്. വൈദാ ഖാല, അവൻ പറയുകയാണ്, മാലികി യൗമിദ്ദീൻ, മാലികി യൗമിദ്ദീൻ എന്നൊരാൾ പറയുന്ന പക്ഷം ഖാല, അല്ലാഹു പറയുമത്രേ, മജ്ജദനി അബ്ദി, എന്റെ അടിമ എന്നെ മഹത്വപ്പെടുത്തി. മാലിക് യൗമിദ്ദീൻ എന്ന് പറയുമ്പോൾ നമ്മൾ നാവ് കൊണ്ട് ഉച്ചരിക്കുമ്പോൾ അല്ലാഹു മലക്കുകളോട് പറയുമത്രേ, മജ്ജദനി അബ്ദി, നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന അടിമ, ഈ സൂറത്തുൽ ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുന്ന അടിമ, ആ അടിമ എന്നെ ഇതാ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. വഖാല മർറ ഫവ്വദ ഇലയ്യ അബ്ദി, മറ്റൊരു സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുള്ളത്, ഫവ്വദ ഇലയ്യ അബ്ദി, എന്റെ അടിമ എന്നിലേക്ക് ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണ്. ഇനി ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈനിലേക്ക് വരുമ്പോഴും അല്ലാഹുവിന്റെ മറുപടിയുണ്ട്. ഫൈദാ ഖാല, ഒരു അടിമ നമസ്കരിച്ചു കൊണ്ടിരിക്കെ അല്ലെങ്കിൽ സൂറത്തുൽ ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കെ അവൻ പറയുകയാണ്, ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ, ഞങ്ങൾ നിന്നെ മാത്രമാണ് ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞങ്ങൾ നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത് എന്ന് ഒരു അടിമ പറഞ്ഞാൽ ഖാല, അല്ലാഹു പറയുമത്രേ, ഹാദാ ബൈനി വ ബൈന അബ്ദി, ഇതാണ് ഞാനും എന്റെ അടിമയും തമ്മിലുള്ള കരാറ്, ഇതാണ് ഞാനും എന്റെ അടിമയും തമ്മിലുള്ള കോൺട്രാക്ട്. ഇത് ബന്ധിക്കപ്പെടാൻ പാടില്ല, ഒരിക്കലും തന്നെ വിച്ഛേദിക്കപ്പെടാൻ സാധ്യമല്ല. അല്ലാഹു പറയുന്നത്രേ, ഇതാണ് ഞാനും എന്റെ അടിമയും തമ്മിലുള്ള കരാറ്, ബാക്കിയെല്ലാം അല്ലാഹു പുറത്ത് മാപ്പാക്കി തരും. ഇതും തന്നെ ശിർക്ക് വന്നു പോയാൽ മരിക്കുന്നതിന്റെ മുമ്പ് തൗബ ചെയ്താൽ അല്ലാഹു പുറത്തു കൊടുക്കും. തൗബ ചെയ്യാതെ മരിച്ചാൽ ശിർക്കിൽ നിന്നൊരു മോചനം പടച്ചിറപ്പ് നൽകുകയില്ല. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ബാക്കി എല്ലാ വിഷയവും അല്ലാഹു പൊരുത്തപ്പെട്ടു കൊടുക്കും. ഒരാൾ തെമ്മാടിത്തരം ചെയ്തു, തൗബ ചെയ്യാതെ അവൻ മരണപ്പെട്ടു പോയി. അവന്റെ ഹസനാത്തുകളും സയ്യിആത്തുകളും എടുത്തു നോക്കുമ്പോൾ ഹസനാത്തുകൾ കുറച്ചധികമുണ്ട് എങ്കിൽ അത് ഇതിനെ കൊണ്ട് പരസ്പരം പടച്ചറപ്പ് ചേർത്ത് വെച്ചിട്ട് ഹസനാത്തുകൾ എടുത്തിട്ട് സയ്യിആത്തുകൾ മായ്ക്കപ്പെട്ടു കൊടുക്കും, മായ്ച്ചു കൊടുക്കും. നേരെ മറിച്ച് ശിർക്കിനെ മായ്ക്കാൻ പറ്റുന്ന ഒരു ഹസനാത്ത് ലോകത്തില്ല. ശിർക്കിനെ മായ്ക്കാൻ പറ്റുന്ന ഹസനാത്ത് എന്നുള്ളത് തൗബ മാത്രമേ ഉള്ളൂ. ജീവിത കാലഘട്ടത്തിൽ മരിക്കുന്നതിന് മുമ്പ് അല്ലാഹുവിനോട് പശ്ചാത്തപിച്ച് കരഞ്ഞുകൊണ്ട് പറയേണ്ട വിഷയമാണ്.
ആരെങ്കിലും ശിർക്ക് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരു വിഷയമാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത് എന്ന് ഒരു അടിമ പറഞ്ഞാൽ അല്ലാഹു പറയുമത്രേ, ഹാദാ ബൈനി വ ബൈന അബ്ദി, ഇതാണ് ഞാനും എന്റെ അടിമയും തമ്മിലുള്ള ആ ഒരു കരാർ, ഇതാണ് വലി അബ്ദി മാ സഅല. ഇനി എന്റെ അടിമ എന്ത് ചോദിച്ചാലും ഞാൻ അവന് നൽകാം, ഇനി എന്ത് ചോദിച്ചാലും നൽകാം. എന്താ ചോദിക്കേണ്ടത്? അത് തന്നെ പടച്ചറപ്പ് വീണ്ടും ആവർത്തിക്കുകയാണ്. അല്ലാഹു പറയുകയാണ്, ഇനി അവൻ എന്നോട് ചോദിക്കേണ്ടത് എന്താ? ഈ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഇബാദത്ത് ഞാൻ നിനക്ക് മാത്രമേ ചെയ്യൂ എന്ന് പറയുന്ന അടിമ പിന്നീട് ചോദിക്കേണ്ടത് ആ ഒരു ഹാലിൽ ഇവനെ ഉറപ്പിച്ചു നിർത്തണം. എപ്പോഴെങ്കിലും അല്ലാഹുവോട് പ്രാർത്ഥിച്ചാൽ പോരാ. അങ്ങനെ ഒരു തൗഫീഖ് കിട്ടി. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് നാവുകൊണ്ട് മനസ്സുകൊണ്ട് ചലിപ്പിക്കാൻ പടച്ചറബ് ഈ ദുനിയാവിൽ ഒരാൾക്ക് അങ്ങനെ ഒരു തൗഫീഖ് ചെയ്തു കൊടുത്താൽ പിന്നീട് അവൻ ചോദിക്കേണ്ട ഒന്നാമത്തെ ചോദ്യം അല്ലാഹു പറയുകയാണ്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഈ ഒരു ചോദ്യമാണ് ചോദിക്കേണ്ടത്. ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് മറുപടി കൊടുക്കുമത്രേ, ഹാദാ ലി അബ്ദി വലി അബ്ദി മാ സഅല. ഈ ചോദിച്ചതുണ്ടല്ലോ അതെന്റെ അടിമക്കുണ്ട്, പടച്ചറബ് കൊടുക്കും. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഉറപ്പിച്ചു നിർത്തണേ ഈ സിറാത്തുൽ മുസ്തഖീമിൽ, ഉറപ്പിച്ചു നിർത്തണേ ഈ സിറാത്തുൽ മുസ്തഖീമിൽ. എന്താ സിറാത്തുൽ മുസ്തഖീം? ഒരൊറ്റ വിശദീകരണം മാത്രം തരികയാണ്. ഇസ്ലാമിന്റെ എല്ലാവിധ കാര്യങ്ങളും ജീവിതത്തിന്റെ മരണം, ജീവിതത്തിന്റെ അവസാനം വരെ കൊണ്ടുപോകാൻ സാധിക്കുന്നുവോ അതാണ് സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നത്. ആ ഹിദായത്ത് കിട്ടണം. അല്ലാഹു നമുക്ക് അത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നിട്ട് അല്ലാഹു വിശദീകരിച്ച് പഠിപ്പിക്കുക, സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, പടച്ചറബ്ബേ നീ അനുഗ്രഹിച്ചവരുടെ പാതയാണത്. ഗൈറിൽ മഗ്ളൂബി അലൈഹിം, നീ കോപിച്ചവരുടെ പാതയല്ല. വലദ്ദാല്ലീൻ, വഴിപിഴച്ചു പോയവരുടെ പാതയുമല്ല. എന്താ കോപിക്കപ്പെട്ടവർ? അത് ജൂതന്മാരാണ്, അത് ജൂതന്മാരാണ്, അത് ജൂതന്മാരാണ്. വലതജിദന്നഹും അശദ്ദന്നാസി അദാവതൻ ലില്ലദീന ആമനുൽ യഹൂദ് വല്ലദീന അശ്റകൂ. ലോകം എത്ര മുന്നോട്ട് പോയാലും മുസ്ലിം സമൂഹത്തിന്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ശത്രുവായി ലോകത്ത് നിലകൊള്ളുന്നുവെങ്കിൽ വലതജിദന്നഹും അശദ്ദന്നാസി അദാവതൻ ലില്ലദീന ആമനുൽ യഹൂദ്, അത് ജൂതന്മാരാണ്, അത് ജൂതന്മാരാണ്, അത് ജൂതന്മാരാണ്. ഒരു സംശയവും അതിൽ വേണ്ട. വഴി പിഴച്ചു പോയവരാണ്, അത് ക്രിസ്ത്യാനികളാണ്. ഇവരിൽ നിന്ന് പടച്ചറബ്ബേ നീ ഞങ്ങൾക്ക് രക്ഷ നൽകണേ എന്ന് പടച്ചറബ്ബിനോട് പ്രാർത്ഥിക്കുമ്പോൾ അല്ലാഹു പറയുന്നത്രേ, ഈ ചോദിച്ചതിന് പടച്ചറബ്ബ് മറുപടി നൽകുക തന്നെ ചെയ്യും. അവൻ ആ ഹിദായത്തിൽ ഉറപ്പിച്ചു നിർത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരായ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ, മുവഹ്ഹിദീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹബിഹിൽ ഫായിദീന ബില്ലാഹ്. അമ്മാ ബഅദ്. ഉസീകും വഇയ്യായ സാനിയൻ ബിതഖ്വല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിന്റെ അവസാനം വരേക്കും സൂക്ഷിച്ചു ജീവിക്കുവാൻ ശ്രമിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സൂറത്തുൽ ഫാത്തിഹയുടെ ഒരു മൊത്തത്തിലുള്ള ഒരു വിവരണമാണ് ഈ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതിന്റെ വിശദീകരണത്തിലേക്ക് ഇൻഷാ അല്ലാഹ് നിങ്ങൾ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തുവാനാണ് ആഗ്രഹിക്കുന്നത്. സൂറത്തുൽ ഫാത്തിഹ അവസാനിപ്പിക്കുമ്പോൾ മറ്റൊരു സൂറത്തുകൾക്കും ഇല്ലാത്ത ഒരു പ്രത്യേകതയാണ് ആമീൻ എന്ന് ഉച്ചരിക്കുക എന്നുള്ളത്. മറ്റൊരു സൂറത്തിന്റെയും അവസാനം അതിനൊരു പ്രാർത്ഥന വന്നാലും ശരി, അവിടെ ഒന്നും ആമീൻ എന്ന് പറയാൻ പാടില്ല. ഇത് പറഞ്ഞപ്പോൾ എന്റെ മനസ്സിലേക്ക് ഓർമ്മ വന്ന ഒരു വിഷയം, സുന്നത്തും ബിദ്അത്തും പഠിപ്പിക്കുമ്പോൾ നമ്മൾ അത് ഓർത്തെടുക്കേണ്ട ഒരു വിഷയമാണിത്. ആമീൻ എന്നുള്ളത് നല്ല കാര്യമാണ്. നല്ല കാര്യമാകുന്ന ആമീൻ എന്നുള്ളത് സൂറത്തുൽ ഫാത്തിഹ അല്ലാത്ത ഏതെങ്കിലും ഒരു സൂറത്തിൽ വന്ന പ്രാർത്ഥനയ്ക്കിടയിൽ നിസ്കാരത്തിൽ ചൊല്ലിയാൽ അത് സുന്നത്താകുമോ ബിദ്അത്താകുമോ? അത് ബിദ്അത്താകും. എന്തേ കാരണം? കാര്യം നന്നായതുകൊണ്ട് കാര്യമാവുകയില്ല. ഒരു നല്ല കാര്യം അത് ചെയ്യേണ്ടത് എവിടെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരണം. ഇത് ഇടക്ക് വെച്ച് ഓർമ്മ വന്നപ്പോൾ സൂചിപ്പിച്ചു എന്ന് മാത്രം.
നാട്ടിലുള്ള എല്ലാ വിധത്തിലും ന്യായീകരണം കണ്ടെത്തുന്നത് നല്ലതല്ലേ എന്ന ദീനിന്റെ ഒരു വിഷയം ചെയ്യണമെങ്കിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. അപ്പോൾ ആമീൻ എന്നുള്ള ആ ഒരു നല്ല പദം, അതിന്റെ അർത്ഥം എന്താണ്? അല്ലാഹുമ്മ ഇസ്തജിബ് ലീ എന്ന, അല്ലാഹുവേ എനിക്ക് നീ ഉത്തരം നൽകണേ എന്ന. അപ്പോൾ അത് സൂറത്തുൽ ഫാത്തിഹയ്ക്ക് മാത്രം ഖാസ്സായി വന്ന ഒരു വിഷയം. അതിനെ ബാക്കി 113 സൂറത്തുകളിൽ ഒന്നിലേക്ക് നമ്മൾ കൊണ്ടുപോകാൻ സാധ്യമല്ല. അങ്ങനെ അത് കൊണ്ടുപോയാൽ നല്ല കാര്യമാണെങ്കിലും അതിന് വിളിക്കുന്ന പേരാണ് ബിദ്അത്ത് എന്നുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ വിഷയം കൂടി ഇടയ്ക്ക് വെച്ച് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. അപ്പോൾ ആമീൻ എന്നുള്ളത് ഒരു ഇമാം പറയുമ്പോൾ അതിനെക്കുറിച്ച് ഹദീസിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇദാ അമ്മനൽ ഇമാം ആമീൻ, അല്ലെങ്കിൽ ഇദാ അമ്മനൽ ഇമാം, ഇമാം ആമീൻ എന്ന് പറഞ്ഞാൽ ഫഖൂലു ആമീൻ, നിങ്ങൾ ആമീൻ എന്ന് പറയണം. ഇദാ വാഫഖ തഅമീനുൽ ഇമാമി വൽ മഅ്മൂം, ഒരു മനുഷ്യന്റെ ഇമാമിന്റെയും അതുപോലെ തന്നെ മഅ്മൂമിന്റെയും ആമീൻ ഒരുമിച്ച് വന്നാൽ അവന്റെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. അവിടെ മലക്കുകളെന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഹദീസിൽ വന്നിട്ടുള്ള ഇമാമിന്റെയും മഅ്മൂമീങ്ങളുടെയും അതുപോലെ തന്നെ മലക്കുകളുടെയും ആമീൻ ഒരുമിച്ച് വന്നാൽ അവൻ അതുകൊണ്ട് ഖൈർ ഉണ്ടാകും. അപ്പോൾ എന്ത് ചെയ്യണം? ഇമാം ബലല്ലാലീൻ എന്ന് പറയുമ്പോഴേക്കും ചെറിയ കുട്ടികളൊക്കെ ചെയ്യുന്നത് പോലെ ആമീൻ എന്ന് നമ്മൾ പറയരുത്. ഇമാം കുറച്ച് ശബ്ദത്തിൽ ആമീൻ എന്ന് പറയുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ നമ്മളും ആമീൻ എന്ന് ചൊല്ലണം. അപ്പോൾ ഇങ്ങനെ നിസ്കാരം പഠിച്ചാൽ, ഇങ്ങനെ പരിശുദ്ധമായ സ്വലാത്തിനെ കുറിച്ച് മനസ്സിലാക്കിയാൽ, സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ച് മനസ്സിലാക്കിയാൽ, പരിശുദ്ധമായ ഖുർആനെ കുറിച്ച് പഠിക്കാൻ തയ്യാറായാൽ ഇൻഷാ അല്ലാഹ് കടൽ കാണാൻ പോകുന്നവനെ പോലെയായിരിക്കും. എന്താ അതിന്റെ പ്രത്യേകത? എല്ലാവരും കടൽ കാണാൻ പോയി, അവർ യഥാർത്ഥത്തിൽ കണ്ടത് തിരയും തീരവും മാത്രമാണ്. തിരയടിക്കുന്നതും തീരവും മാത്രമാണ് കടൽ കാണുന്നവരൊക്കെ കാണുന്നത്. എന്നാൽ ഒരു മുക്കുവനെ സംബന്ധിച്ചിടത്തോളം അവൻ കടൽ കണ്ടു എന്ന് പറഞ്ഞാൽ മത്സ്യങ്ങൾ തിളച്ചു മറിഞ്ഞ് ഓടിച്ചാടി തുള്ളിപ്പോകുന്നത് അവന് കടൽ കണ്ടതായി പരിഗണിക്കും. എന്നാൽ ഒരു കപ്പലിൽ യാത്ര ചെയ്യുന്നവൻ അവനാണ് കടൽ കണ്ടു എന്ന് പറഞ്ഞാൽ കുത്തിച്ചൊലിക്കുന്ന മഴയിൽ കപ്പലുകളൊക്കെ ആടി ഉലഞ്ഞ് വൻകരകൾ താണ്ടിപ്പോകുന്ന ഒരു യാത്രയാണ് ഒരു ക്യാപ്റ്റന്റെ മുമ്പിൽ കടൽ കണ്ടു എന്ന് പറഞ്ഞാൽ. എന്നാൽ ഒന്നുകൂടി ഡൈവേഴ്സിന്റെ മുമ്പിൽ കടൽ കണ്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിലുള്ള മുത്തും പവിഴവും ചിപ്പി അടക്കമുള്ളത് കണ്ടു എന്ന് പറഞ്ഞതുപോലത്തെയാണ് ഖുർആൻ. നമ്മൾ ഖുർആൻ കണ്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ പേജുകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. ചില ആളുകൾ അതിന്റെ അർത്ഥത്തിലേക്ക് എത്തിയിട്ടുണ്ട്, ചില ആളുകൾ അതിന്റെ വിശദീകരണത്തിലേക്ക് എത്തിയിട്ടുണ്ട്, ചില ആളുകൾ അതിന്റെ സബബുൻ നുസൂൽ പഠിച്ചിട്ടുണ്ട്, ചില ആളുകൾ ഓരോ ആയത്തും ഇറങ്ങാനുള്ള കാരണവും അതിന്റെ ചരിത്രവും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്വഹാബിമാരുടെ പേരും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ആയത്ത് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖഭാവം പോലും രേഖപ്പെടുത്തപ്പെട്ട കിതാബുകളുണ്ട്. ഇതൊക്കെ പഠിക്കുമ്പോഴാണ് ഒരു ശാസ്ത്രജ്ഞൻ കടൽ കണ്ടു എന്ന് പറയുന്നത് പോലെ ഖുർആനിന്റെ ഉള്ളിലുള്ള മുത്തും പഴയവും നമുക്ക് വേർതിരിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് എല്ലാ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കുന്നതിന്റെ മുമ്പ് കേൾക്കുക എന്നുള്ള ഒരു കർമ്മമെങ്കിലും, ഒരു ഉത്തരവാദിത്വമെങ്കിലും പരിശുദ്ധ ഖുർആന്റെ വിഷയത്തിൽ നിറവേറ്റാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് നമുക്ക് വേണ്ടപ്പെട്ട പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ ഖബറിടത്തിലേക്ക് സ്വർഗ്ഗത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണോ നീ നിശ്ചയിച്ചിട്ടുള്ളത് അതെല്ലാം നീ നൽകി അവർക്ക് റാഹത്തും സമാധാനവും നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. അവരെ ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റബ്ബേ. ഞങ്ങളിൽ നിന്ന് വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അല്ലാഹുവേ നിന്റെ മഹത്തായ ഫضل കൊണ്ട് റഹ്മത്ത് കൊണ്ട് മഗ്ഫിറത്ത് കൊണ്ട് നീ പുറത്തു മാപ്പാക്കി തരണേ റബ്ബേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വഖാദിൽ ഹജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم